ആ വിഷ്ണു കൊച്ചിക്കാരനാണ്, അലിഞ്ചോസ് പെരേരയുണ്ട്. ഇപ്പം ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വേര് എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്റർ ഞങ്ങൾ തന്നെയാണല്ലേ. അവരുടെ പേര് പറയണ്ടെന്നേ ഞാൻ പറയുള്ളൂ, അത് വൈറലാകും പെട്ടെന്ന്. അവിടെ അവരുടെ പേര് പറയുന്നില്ല. അപ്പോൾ അവൻ ഞങ്ങളുടെ വീഡിയോ, ഞങ്ങളുടെ പേരെന്ന് പറഞ്ഞ പോസ്റ്റർ വലിച്ചു കയറിയായിരുന്നു. പേര് മറ്റേ പേര് നമ്മൾ ഒരുമിച്ചല്ലേ. അതെ 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 അതെ. ആറാട്ടണ്ണനും ഞാനും കൂടിയാണ് ആ പോസ്റ്റർ ഒരുമിച്ച് ഒട്ടിച്ചത്. അതിൻ്റെ വീഡിയോ സിൽവർ മീഡിയയിൽ കിടക്കുന്നുണ്ട്. ഇപ്പം അത് കാണാനില്ല, പുള്ളി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട് ആ വീഡിയോ. അപ്പം അതുകൊണ്ട് പുള്ളിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അത് തന്നെ. എന്തായാലും ഞാൻ പറയാനുള്ളത്, ഒരാളുടെ രക്തവും വിയർപ്പും എല്ലാം ഒരു അധ്വാനമുള്ളൊരു വർക്കാണ് സിനിമ എന്ന് പറഞ്ഞാൽ. സിനിമ എന്ന് പറയുന്ന 4 അക്ഷരത്തിൽ നിന്നേക്ക് ഫസ്റ്റ് യൂട്യൂബ് സിനിമയാണ് വേര്. അത് ഖത്തറിലെ തിയേറ്ററിൽ പ്രിവ്യൂ ഷോ ഉണ്ട് 10-ാം തീയതി. ഞാൻ ഇപ്പോൾ എനിക്കൊരു പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് പോകുമ്പോൾ സാധിക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പോയേനെ. അപ്പോൾ എന്തായാലും വേറെ എന്നിട്ട് പോസ്റ്റർ കീറിക്കളഞ്ഞതിന് വിഷമമുണ്ട്. ലിബിലി ചേട്ടൻ, നമ്മുടെ എന്താണ് ഇത്ര വൈരാഗ്യം നമുക്കറിയില്ല. ഒരാളോട് ഇത്ര വൈരാഗ്യം തോന്നേണ്ട ആവശ്യമുണ്ടോ എന്നാൽ ലിബിലിനോട് ചോദിക്കാനുള്ളത്. ലിബിലിക്ക് എന്തെങ്കിലും സിനിമപരമായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ സീരിയലിലോ എന്തെങ്കിലുമൊക്കെ ചാൻസ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറ്റാവുന്ന ഡയറക്ടറോട് പറയാം. അല്ലാണ്ട് നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടി, അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിച്ചു, ആ സിനിമ പുറത്തിറങ്ങുന്നു, യൂട്യൂബിൽ ഇറങ്ങുന്നു, അല്ലെങ്കിൽ OTTയിൽ ഇറങ്ങുന്നു, തിയേറ്ററിൽ ഇറങ്ങുന്നു, അപ്പോൾ അതൊക്കെ പറിച്ച് കളയുന്നതുകൊണ്ട് ഇപ്പം പണ്ട് വലിയ വലിയ താരങ്ങളായിട്ടുള്ള ലാലേട്ടൻ്റെയൊക്കെ മമ്മൂക്കേൻ്റെയൊക്കെ പോസ്റ്റർ വരുമ്പോൾ ചില ആൾക്കാർ കീറിക്കളയുന്ന ഒരു രീതിയിൽ ഇപ്പോൾ പോസ്റ്റർ പല ഭിത്തികളിലൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ചിലരുടെ ദേഷ്യമുണ്ട്. പക്ഷേ നമ്മളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് ഞാൻ ചോദിക്കുന്നത്. കാരണം ഒരു തുണ്ട് പടമെന്ന് പറയാനായിട്ട് പുള്ളി ഫുൾ മൂവി കണ്ടോ? കാരണം എന്തോ ഒരു സീൻസ് അതിനകത്ത് ട്രെയിലറിലുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. പക്ഷേ അത് കണ്ടിട്ട് പുള്ളി വിലയിരുത്തരുത്. സിനിമ ഫുള്ള് എന്തായാലും OTTയിൽ എത്തുകയാണ് ഈ വരുന്ന 10-ാം തീയതി, ജൂലൈ 10-ാം തീയതി. എന്നാലും ജനങ്ങളെ തീരുമാനിക്കും, അല്ലാണ്ട് യൂട്യൂബ് കോർപ്പറേറ്റ് അല്ല. ജനങ്ങൾ തീരുമാനിക്കും, പോസ്റ്റർ അല്ല ലൈഫ്. നമ്മളെന്തായാലും 9-ാം തീയതി തലേദിവസം എന്തായാലും ഇതിന് ഒരു പ്രസ് മീറ്റ് കൊടുക്കുന്നുണ്ട്. ഇതിന് എന്തായാലും ഒരു ചാനൽ വിളിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയും. എന്തായാലും രേണുസുതി, പ്രതീഷ്, അലിഞ്ചോസ് പെരേര, സന്തോഷ് വർക്കി, വിഷ്ണു, ബ്രൈറ്റ്, അങ്ങനെ ഒരുപാട് താരങ്ങൾ അഭിനയിക്കുന്നൊരു ബിഗ് ബജറ്റ് വർക്കാണ് വേര്. കാരണം ഷഹീദ് പുത്രത്താനിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു നല്ല വർക്കിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അത് പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ വലിച്ചു കീറുന്നത് തെറ്റാണ്. നമ്മുടെ കൂടെ ഒരു ചേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, മീനസ് കിച്ചണിലെ മെയിൻ കഥാപാത്രം. ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. എന്താണ് ചേട്ടാ മീനസ് കിച്ചണിലെ റോള്? ഞാനിതിനകത്ത് നമ്മുടെ നായികയുടെ കൂടെ ഉള്ള കഥാപാത്രം. അമ്മാവനാണ്? അല്ല, നായികയുടെ കൂടെ ചെറിയ ചോദ്യം. ഈ പോസ്റ്ററില്ലേ, ഒരു ഫിലിമിൻ്റെ അല്ലെങ്കിൽ ഒരു പുതിയൊരു വർക്കിൻ്റെ ഒരു പോസ്റ്റർ മതിലെ ഒട്ടിക്കുമ്പോൾ അത് സ്റ്റിക്ക് നോബിൾസിന് എഴുതിയ ഒട്ടിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒരാളുടെ പെർമിഷനോട് ഒട്ടിച്ചിട്ട് വലിച്ചു കീറുന്നത് ശരിയാണ്? ആ ഡേറ്റ് ആകുന്നു ഇല്ല, അതങ്ങനെ വിളിക്കാം. നമ്മൾ അവരോട് ചോദിച്ച അനുവാദം വാങ്ങിയിട്ടാണ് ഒട്ടിക്കുന്നതെങ്കിൽ നമ്മളതേ മറ്റേ ഇപ്പോൾ ആ വീടിൻ്റെ നിലവിലുടമസ്ഥനായിട്ടുള്ള സന്തോഷ് വർക്കിയുടെ മുമ്പാൽ നിന്നാണ് ഒട്ടിച്ചത്. പക്ഷെ അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പോസ്റ്റർ വേറെ ആളെ വലിച്ചു കീറി. അതാ ചിലപ്പോൾ വേറെ നമുക്കറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ആയിരിക്കും വലിച്ചു കീറിയിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ വീട്ടുകാരോട് ആവശ്യപ്പെട്ടിട്ട് അവർ നമ്മളെ വീട്ടുകാരോട് പറഞ്ഞിട്ട് ഒട്ടിച്ചിട്ട് അവരായിരിക്കില്ല അത് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനകത്തൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഔട്ട് സൈഡുള്ള ആരെങ്കിലുമാണ് വലിച്ചു കീറിയത്. ഏതായാലും ദൈവം ചോദിക്കട്ടെ അവരോട്, അത് തന്നെ അത്ര എനിക്ക് പറയാനുള്ളൂ അല്ലേ ചേട്ടാ? തീർച്ചയായും. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.